ഇതുവരെ പുറത്തുവന്ന എക്കോണമിക് ഡേറ്റകളെല്ലാം മാർക്കറ്റിന് അനുകൂലമായതുകൊണ്ട് സെപ്റ്റംബർ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. നാസ്ഡാക്ക് 0.8% ഉയർന്നും S&P 0.5% ഉയർന്നും ഡോ ജോൺസ് ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിലുമാണ് ക്ലോസിംഗ് നൽകിയത്. കഴിഞ്ഞ ദിവസം യൂറോപ്യൻ ഇൻഡെക്സുകളും ഹയർ സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഡാക്സ് 1.15% ഉയരുകയും CSE 1.23% ഉയരുകയും ഫട്സെ 0.61% ഉയരുകയും ചെയ്തു. ജപ്പാന്റെ ഇൻഡെക്സ് ഇപ്പോൾ പോസിറ്റീവ് ടെറിട്ടറിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇന്നത്തെ ദിവസം ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ഫ്ലാറ്റ് നോട്ടോടു കൂടിയ പോസിറ്റീവ് ഓപ്പണിങ്ങോ വേണം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ. ബ്രന്റ് ക്രൂഡിന്റെ വില 0.16% ഉയർന്ന് $86.40 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ മികച്ച ബൈയിങ് കാണാൻ സാധിച്ചു. ഇൻഡെക്സ് 0.67% ഉയർന്ന് 24,286 എന്ന റെക്കോർഡ് ഹൈയിലെത്തി. കഴിഞ്ഞ ദിവസം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ 5,483 കോടി രൂപയുടെ ബൈയിങ് നടത്തി. കഴിഞ്ഞ 3 ദിവസമായി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് സെല്ലിംഗ് സൈഡിലായിരുന്നു. സെല്ലിംഗ് സൈഡിൽ നിന്നും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ബൈയിങ് സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 924 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. ഇന്നത്തെ ദിവസം പ്രധാനമായും ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി ചില കമ്പനികൾ പുറത്തുവിട്ട ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റോക്ക് ബജാജ് ഫിനാൻസ്. ബജാജ് ഫിനാൻസിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ ന്യൂ ലോൺസ് 10% വളർച്ച ഇയർ ഓൺ ഇയറിൽ കൈവരിച്ച് 10.97 മില്യനായി മാറിയിട്ടുണ്ട്. കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇയർ ഓൺ ഇയറിൽ 31% വളർച്ച കൈവരിച്ച് 3.54 ലക്ഷം കോടിയായി മാറി. ഡെപ്പോസിറ്റ് ബുക്കിൽ 26% വളർച്ച കാണാം. 62,750 കോടി രൂപയുടെ ഡെപ്പോസിറ്റാണ് കമ്പനി നേടിയത്. രണ്ടാമത്തേത് വേദാന്ത. വേദാന്തയുടെ ക്വാർട്ടർലി പ്രൊഡക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നു. കമ്പനിയുടെ അലൂമിനിയം പ്രൊഡക്ഷൻ 3% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 596 കിലോ ടണ്ണായി മാറി. സേലബിൾ സിങ്ക് പ്രൊഡക്ഷൻ 1% വർദ്ധിച്ച് 262 കിലോ ടണ്ണായി മാറി. സേലബിൾ സ്റ്റീൽ പ്രൊഡക്ഷൻ 10% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 356 കിലോ ടണ്ണായി മാറി. ഓവറാൾ പവർ സെയിൽസ് 13% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 4,791 മില്യൺ യൂണിറ്റായി ഉയർന്നിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിൽ നിന്നും ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റോക്ക് ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ആണ്. 1,100 കോടി രൂപയുടെ ഗ്രോസ് ഡെവലപ്മെൻറ്റ് വാല്യൂ ഉള്ള 8 ഏക്കർ ലാൻഡ് റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ബാംഗ്ലൂരിൽ ബ്രിഗേഡ് എൻ്റർപ്രൈസസ് അക്വയർ ചെയ്തിട്ടുണ്ട്. സൂര്യോദയ സ്മാൾ ഫിനാൻസ് ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവന്നു. കമ്പനിയുടെ ഗ്രോസ് അഡ്വാൻസ് ഇയർ ഓൺ ഇയറിൽ 42% വർദ്ധിച്ച് 9,037 കോടിയായി മാറി. ഡെപ്പോസിറ്റ് 42% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 8,137 കോടിയായി മാറി. കാസ 20.1 നിന്നും 17.7 ഇടിഞ്ഞെങ്കിലും കമ്പനിയുടെ ഗ്രോസ് NPA 2.8 നിന്നും 2.67 കുറഞ്ഞു. ഗ്രോസ് NPA കുറഞ്ഞത് അസറ്റ് ക്വാളിറ്റിയുടെ ഇംപ്രൂവ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു. L&T ഫിനാൻസിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ പോർട്ട്ഫോളിയോ റിയലൈസേഷൻ 95% ഉയർന്നു. റിറ്റെയിൽ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് 33% വർദ്ധിച്ച് 14,830 കോടിയായി മാറി. റിറ്റെയിൽ ലോൺ ബുക്ക് 31% ഉയർന്ന് 84,440 കോടിയായി മാറിയിട്ടുണ്ട്. GE എന്ന കമ്പനിക്ക് ഫ്രാൻസ് ബേസ്ഡ് കമ്പനിയായ ഗ്രിഡ് സൊല്യൂഷൻസിൽ നിന്നും ഹൈ വോൾട്ടേജ് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 64 മില്യൺ യൂറോയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അക്വിസിഷൻ പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കാവുന്ന IT സെഗ്മെൻറ്റിലെ സ്റ്റോക്ക് പെർസിസ്റ്റൻറ്റ് സിസ്റ്റം ലിമിറ്റഡ് ആണ്. US ബേസ്ഡ് സോഫ്റ്റ്വെയർ കമ്പനിയായ സ്റ്റാർഫിഷ് അസോസിയേറ്റ് എന്ന കമ്പനിയുടെ 100%ഓളം സ്റ്റേക്ക് പെർസിസ്റ്റൻറ്റ് $20.7 മില്യൺ അക്വയർ ചെയ്തു. സയൻസ് ബേസ്ഡ് പേഴ്സണൽ കെയർ പ്രോഡക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി മാരിക്കോ എന്ന കമ്പനി കായ എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ITD സെമിനേഷൻ എന്ന കമ്പനിയുടെ പ്രൊമോട്ടർ വരും സമയങ്ങളിൽ കമ്പനിയിൽ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേക്ക് സെയിൽ നടത്തിയേക്കാം എന്നൊരു റിപ്പോർട്ടും പുറത്തുവരുന്നു. കെയറേസിൽ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. കമ്പനി 125 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുകയാണ്. 15.7 ലക്ഷം ഷെയറുകൾ 796 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്താണ് ഫണ്ട് റൈസ് നടത്തുന്നത്. സി മീഡിയ കോർപ്പറേഷൻ പൈ ന്യൂസ് ഡിജിറ്റൽ എന്ന പേരിൽ പുതിയൊരു ന്യൂ സബ്സിഡറി ആരംഭിച്ചിട്ടുണ്ട്. ഈ ന്യൂ സബ്സിഡറിയുടെ പ്രവർത്തനത്തിന് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അപ്രൂവൽ നൽകുകയും ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്